5.07 ലക്ഷം കോടി രൂപയുടെ ഭീമമായ പൊതുകടം വെളിപ്പെടുത്തിയ ശ്വേതപത്രത്തിന് പിന്നാലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വലിയ ജനക്ഷേമ പ്രഖ്യാപനങ്ങളോടെയുള്ള ഒരു ബാലൻസിംഗ് ആക്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. പുതുയുഗ കേരളം ലക്ഷ്യമിട്ടുള്ള ബജറ്റിന്റെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ കാണാം. ആശ്വാസവില റബ്ബർ തറവില 250 രൂപയായി ഉയർത്തി. ഇത് കർഷകർക്ക് വലിയ കൈത്താങ്ങാണ്. ആരോഗ്യ വിപ്ലവം ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. സ്ത്രീ സൗഹൃദം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTCയിൽ സൗജന്യ യാത്രയ്ക്കായി 600 കോടി രൂപയുടെ പ്രിയദർശിനി പദ്ധതി. ക്യാമ്പസ് മാറ്റം വിദ്യാർത്ഥി പീഡനങ്ങൾ തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ടും പ്രത്യേക ഹെൽപ്പ് ആപ്പും വരുന്നു. വിദ്യാഭ്യാസ ഹബ്ബ് ഗോത്രവർഗ പൈതൃകം സംരക്ഷിക്കാൻ വയനാട്ടിൽ പുതിയ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇനി ബജറ്റ് വിശകലനം. സംസ്ഥാനം വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ വോട്ട് ബാങ്ക് നിലനിർത്താനും ഒപ്പം നവകേരള നിർമ്മിതിക്ക് അടിത്തറയിടാനുമാണ് VD സതീശൻ ശ്രമിച്ചിരിക്കുന്നത്. ബജറ്റിനെ പ്രധാനമായും 5 മേഖലകളായി തിരിക്കാം. കാർഷിക തീരദേശ മേഖല കർഷകരെ ഒപ്പം നിർത്താൻ റബ്ബർ സബ്സിഡി തറവില 250 രൂപയായി ഉയർത്തിയതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രഖ്യാപനം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിച്ചതിനൊപ്പം തീരദേശവാസികൾക്ക് പൂർണ്ണമായി പട്ടയം നൽകുമെന്നും പ്രഖ്യാപനമുണ്ട്. കൂടാതെ പാൽ ഉൽപാദനം പ്രതിദിനം 1 കോടി ലിറ്ററായി ഉയർത്താനും ലക്ഷ്യമിടുന്നു. ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കൊണ്ടുവന്ന 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. ഉച്ചഭക്ഷണ പാചകക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ വേതനം വർദ്ധിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 2000 രൂപയായി വിതരണം ചെയ്യാൻ 14,500 കോടി രൂപ വകയിരുത്തി. ക്യാമ്പസ് പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസവും ക്യാമ്പസുകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാൻ അക്കാദമിക് കൗൺസിലും വിദ്യാർത്ഥി പരാതി പരിഹാരത്തിന് ഓംബുഡ്സ്മാൻ സംവിധാനവും വരും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനിരയായി മരിച്ച സിദ്ധാർത്ഥന്റെ ഓർമ്മയ്ക്കായി സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പും ശക്തമായ ആന്റി റാഗിംഗ് നിയമം എന്നിവ പ്രഖ്യാപിച്ചു. വയനാട്ടിൽ 50 കോടി ചിലവിൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും സ്ഥാപിക്കും. വ്യവസായവും വിനോദസഞ്ചാരവും കൊച്ചി പെരുമ്പാവൂർ മേഖലയെ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബായും കൊച്ചി തൃശൂർ മേഖലയെ ഗ്ലോബൽ ഗോൾഡ് ഹബ്ബായും പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയ്ക്ക് വ്യവസായ പദവി നൽകും. കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫിലിം സിറ്റിയും MT വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്കും സ്ഥാപിക്കും. ലഹരി മാഫിയക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്കായി 10 കോടി നീക്കിവെച്ചു. നികുതി നിർദ്ദേശങ്ങളും വരുമാന മാർഗങ്ങളും തീർത്തും ശൂന്യമായ ഖജനാവ് നികത്താൻ ഭൂമിയുടെ ന്യായവില പുനഃപരിശോധിക്കും. വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് പുതിയ നികുതി സ്ലാബ് ഏർപ്പെടുത്തി. അതേസമയം പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചിട്ടുണ്ട്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ആകർഷകമാണെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ അത്ര ഭദ്രമല്ലെന്നാണ് ബജറ്റ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ജനവികാരവും കണക്കിലെടുത്തുള്ള ഒരു ജനപ്രിയ ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചത്. എന്നാൽ ശ്വേതപത്രത്തിൽ പറഞ്ഞ കടബാധ്യതകൾ നിലനിൽക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ആവശ്യമായ അധിക ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നത് സർക്കാരിന് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.